ഇതാ കണ്ടു കേരള ടപ്പാച്ചി. ഈ ശർക്കരയുണ്ടല്ലോ, പിലൻസിലോ മെക്സിക്കോ പിലൻസിലൊക്കെ പകരം നമ്മുടെ മറയൂരിലെ കരിമ്പും തോട്ടമുള്ള കർഷകൻ്റെ സ്വന്തമായിട്ടുണ്ടാക്കിയ ശർക്കര അതെടുത്ത് തിളപ്പിച്ച് പൈനാപ്പിൾ ഇതുണ്ടല്ലോ, ഇതും ഓർഗാനിക്കായിട്ടുണ്ടാക്കിയ വാഴക്കുളത്തെ കർഷകൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണ്. നല്ല പൈനാപ്പിൾ എടുത്ത് നന്നായിട്ട് കഴുകിയിട്ട് എന്നിട്ടും പോരാഞ്ഞിട്ട് ഫുഡ് ക്വാളിറ്റി ബേക്കിംഗ് സോഡ വെള്ളത്തിൽ കലക്കി അതിൽ ഈ പൈനാപ്പിൾ മുക്കി 1 മണിക്കൂർ ഇളക്കി വെച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ എല്ലാ ഇമ്പ്യൂരിറ്റീസും മാറുന്നേ. അതെടുത്തിട്ട് ഞാൻ ഈ തൊലി അങ്ങ് മാറ്റാൻ പോവാണ്. അതെടുത്തിട്ട് തൊലി ചെത്തി ലിബറലായിട്ട് ചെത്താം. ഇത് തൊലി കളയാനല്ല, ഇത് ടപ്പാച്ച ഉണ്ടാക്കാൻ പോവാണ്. തൊലി നന്നായിട്ട് ചെത്തി എടുത്ത കണ്ണൊക്കെ അങ്ങ് മാറ്റിയിട്ടുണ്ടല്ലോ. പൈനാപ്പിളിൻ്റെ ഫ്ലഷ് വേറെ കഴിക്കാനായിട്ട് എടുക്കും, പക്ഷേ തൊലി കളയല. തൊലി മാറ്റി എടുത്തിട്ട് ഒരു 2 ലിറ്റർ ജാറിൽ ഈ തൊലി അങ്ങോട്ടിട്ടു. ഈ തൊലി അങ്ങോട്ടിട്ട് കഴിഞ്ഞ് ആ തൊലിയുടെ മുകളിലോട്ട് ഈ മറയൂർ ശർക്കര അലിപ്പിച്ച് വെച്ചിരിക്കുന്ന പനിയുണ്ടല്ലോ, ശർക്കര പനി, അതങ്ങ് ഒഴിക്കും. എന്നിട്ട് വീട്ടിൽ നിന്ന് പറിച്ച ചെടിയുടെ തൊലി, അതായത് കറുവാപ്പട്ട തൊലി ഒരു 3 എണ്ണം നല്ല ഫ്രഷായിട്ടുള്ളത് അതിൻ്റെ അകത്തേക്ക് ഈ ശർക്കര പാനി ഒഴിച്ച് കഴിഞ്ഞിട്ട് 3 കറുവാപ്പട്ടയുടെ കഷ്ണങ്ങളും കൂടി ഇടും. എന്നിട്ട് വെള്ളം ഒഴിച്ച് ഇത് നിറച്ചിട്ട് അടച്ച് വെച്ചിട്ട് നല്ല വെളിച്ച വെള്ളം എടുത്ത് പുറത്ത് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് ഒരു 3 ദിവസം വെക്കും. 3 ദിവസം കഴിഞ്ഞ് എടുത്താലുണ്ടല്ലോ മോനെ, അതാണ് കേരള ടപ്പാച്ച. മെക്സിക്കൻ ടപ്പാച്ചയേക്കാളും വെല്ലുണ്ട്, അതിനേക്കാളും നല്ലതായിരിക്കും. കാരണം മറയൂർ ശർക്കര അവരുടെ പിലൻസിലയുടെ ഒപ്പത്തിനൊപ്പം നിൽക്കും. അത് മറയൂർ ശർക്കര, വാഴക്കുളം പൈനാപ്പിൾ എല്ലാം കൂടെ ഉണ്ടാക്കി കേരള ടപ്പാച്ച പിടിച്ചു.